രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കേരളത്തിൽ ഓടി നടന്ന് സ്ത്രീപീഡനം നടത്തി അയാളെ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ വേദിയിൽ കയറ്റിയിരുത്തിയതും ഈ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. കെ മുരളീധരൻ്റെ ചാരിത്ര പ്രസംഗം കേൾക്കാൻ ഇനി കേരളത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. കെ മുരളീധരൻ BJP ഉപദേശിക്കാൻ വരണ്ട എന്നുള്ളതാണ് കെ മുരളീധരനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശിവൻകുട്ടി അതേപടി തന്നെ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്ന പ്രതിപട്ടികയിൽ CPM ആണല്ലോ. പിണറായി വിജയനേക്കാൾ കരുത്തുറ്റ സഖാവായിരുന്നു TP ചന്ദ്രശേഖരൻ. അതുപോലെ തന്നെ അടൂര് DYFIയുടെ നേതാവിൻ്റെ കൊലപാതകം, അത് CPMഉം അവരുടെ മാഫിയകളുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നതാണ്. അപ്പോൾ അങ്ങനെ നിരവധി കൊലപാതകങ്ങൾ, സ്വന്തം സഖാക്കന്മാരെ തന്നെ കൊല്ലുന്ന ഒരു ഭീകര സത്വമായിട്ടാണ് CPM കേരളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ നേതാവ് ശിവൻകുട്ടിയും ഇതിൽ വലിയ പ്രസംഗം നടത്താൻ വരാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങൾക്ക് ദൈവതുല്യരാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം പ്രവർത്തകരാണ്. അതുകൊണ്ട് പ്രവർത്തകരെ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയും BJPയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല.